ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുകൂടി ആയിരിക്കാനായിട്ട് ദൈവം എനിക്ക് നൽകി തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മനോഹര ദേശത്ത് അവകാശം ലഭിച്ചതിനുള്ള അനുഗ്രഹിക്കപ്പെട്ട പദവിയോടുകൂടെ ഇന്ന് നമുക്ക് ദൈവസേനയിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. ആ ദൈവിക കരുതലിനെ ഓർത്ത്, ദൈവിക സംരക്ഷണത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഓരോരുത്തരെയും ഭാരങ്ങൾ പല നിലയുള്ള ഭാരങ്ങളാണ്. എന്നാൽ അതിന്റെ മധ്യത്തിലൊക്കെയും ദൈവം നമ്മെ സഹായിക്കുവാൻ ശക്തനായിട്ട് കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഓർക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ ദൈവത്തിന്റെ കരുതല് നമുക്ക് ആ നിലയിൽ അനുഭവിക്കാനായിട്ട് ഇടയായി തീരുന്നുവെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ടും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മുടെ വഴികളിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കർത്താവ് കൂടെയുണ്ട്. ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ കരുതൽ അനുഭവിക്കുന്ന വരുമ്പോൾ ജീവിപ്പാൻ വേണം. ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യട്ടെ. ഇന്നത്തെ വചന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തില് ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പൈതല് എങ്ങനെ മുൻപോട്ട് പോകണം, എങ്ങനെ അവന്റെ ക്രിസ്ത്യ ജീവിതം നയിക്കണം, എന്താണ് അതിന്റെ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം വിജയകരമായി നയിക്കുവാൻ എന്താണ് അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് ഈ ഭാഗത്ത്, ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 17-ാം അധ്യായം വരെയാണ് ഞാൻ പരാമർശിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം. എല്ലാം മുഴുവനായിട്ട് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബാക്കി ഭാഗം കൂടെ വായിക്കാം. പ്രാരംഭമായിട്ട് 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. കെവിനെ വേദോസ്തം വായിക്കണം കേട്ടോ. അതൊക്കെ എടുത്തോണം. ബൈബിൾ എടുത്ത് കൈ പിടിച്ചു. നമ്മൾ വായിച്ചത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. ഇവിടെ 2 നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുസരിക്കേണ്ടതായ, അവൻ അംഗീകരിക്കേണ്ടതായ 2 നിർദ്ദേശങ്ങൾ. എന്തൊക്കെയാണ്? 1-2 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ചുരുക്കി പറഞ്ഞാല് ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. രണ്ടാമത്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താ? ഉയരത്തിലുള്ളത്. ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ളത്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോകേണ്ട ചില കാര്യങ്ങളാണ് നമ്മളവിടെ വായിക്കുന്നത്. നമ്മളുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത് ഞാനിങ്ങനെ പറയട്ടെ, ഒരു അന്വേഷണം നടത്തണമെങ്കിൽ കണ്ണിന് നല്ലൊരു കാഴ്ച വേണം. അല്ലെങ്കിൽ എന്താ, അന്വേഷണം പരാജയമാകും. നമുക്കറിയാം പലരെ കുറിച്ചും കണ്ണിന് കാഴ്ചയില്ലാത്ത അനുഭവമുള്ള പലരെ കുറിച്ച് നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. ചിലർ തപ്പിയൊക്കെ നോക്കും, ഉള്ള സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ യഥാർത്ഥമായ കാഴ്ചയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അന്വേഷണം ഫലകരമായി വിജയത്തിലെത്തിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നത്, നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ, ആത്മീയമായ കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആരാ ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടത്? അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവർ. ഇവിടെ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. അപ്പൊ നിങ്ങള് സംശയമുണ്ട്, ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നവരാണോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, നമുക്ക് ആർക്കും യാതൊരു സംശയമില്ല. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? വളരെ വ്യക്തമായ നിലയിൽ ദൈവവചനം നമ്മെ ഓർമ്മിക്കുന്നു, നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ
നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ചവരാ അല്ലേ? നമ്മള് മരിച്ചവരായിരുന്നു. എവിടെ? ബേസിലേഖനം 2-1 വാക്യം, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ. നമ്മൾ ചുരുക്കി പറഞ്ഞ വിശ്വാസത്താലാണ് നമ്മള് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം? ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താ അതിനുകൊണ്ട് നമ്മൾ ആത്മീയമായി അർത്ഥമാക്കുന്നത്? രക്ഷിക്കപ്പെട്ടു അല്ലേ? നമ്മളൊക്കെ ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ, അവന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ശക്തിയില് ആശ്രയിച്ചുകൊണ്ട് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് ഞാൻ രക്ഷയുടെ അടിസ്ഥാനത്തില് ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവമകനായി തീർന്നു, ഇനി ഞാൻ എനിക്ക് എന്ത് സംഭവിക്കും? ഞാൻ കർത്താവിനോടുകൂടി ആയിരിക്കും. അത് നിത്യതയിലും കർത്താവിനോടുകൂടെ ആയിരിക്കും എന്നുള്ള ഉറപ്പും വിശ്വാസവും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ തുടർമാനമായിട്ടുണ്ടായിരിക്കണം. ഒരിക്കലും വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, ആ നിമിഷത്തെ വിശ്വാസം മാത്രം പോരാ, ക്രിസ്ത്യൻ ജീവിതത്തിൽ ഉടനീളം ഈ വിശ്വാസം നമ്മുടെ അടിസ്ഥാനമായിരിക്കണം. വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല, നിങ്ങൾ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്കുള്ള അന്വേഷണം എവിടെയാണ്? ഉയരത്തിലുള്ളതായിരിക്കണം. ദൈവമക്കളിൽ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നമ്മുടെ കർത്താവ് ഇന്ന് ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ആരാധിച്ചത്. ആ ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മെ ക്രിസ്ത്യൻ ജീവിതത്തിൽ മുൻപോട്ട് നയിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത്. ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ആ അന്വേഷണം നമുക്ക് തുടരാം. ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ നമ്മുടെ അന്വേഷണം ഉയരത്തുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നിലയിലും അന്വേഷിക്കാം. എന്താ? ഉയരത്തിലുള്ളതും അന്വേഷിക്കാം, ഈ ഭൂമിയിലുള്ളതും അന്വേഷിക്കാം. ഭൂമിയിലുള്ളത് അന്വേഷിച്ചാല് എന്താ വല്ല മെച്ചമുണ്ടോ? താൽക്കാലികമായിട്ടൊക്കെ ചിലപ്പോൾ അല്പം നേട്ടമൊക്കെ കിട്ടും അല്ലേ? താൽക്കാലിക നേട്ടം ഉണ്ടാകും ഭൂമിയുള്ളത് അന്വേഷിച്ചാൽ. എന്നാൽ നാം ഉയരത്തുള്ളതിനെ അന്വേഷിക്കുന്നുവെങ്കിൽ നമുക്ക് നിത്യമായ ചില അനുഭവങ്ങൾ, പ്രതിഫലങ്ങൾ ലഭിക്കുവാനായിട്ടത് മുഖാന്തരമായി തീരും. ദൈവമക്കളെ, മറന്നു പോകരുത്. നമുക്ക് ഉയരത്തുള്ളതിനെ കുറിച്ച് ചിന്തയുള്ളവരായിരിക്കാം. അവിടെ നാം വായിക്കുന്ന ഉയരത്തുള്ളത് അന്വേഷിക്കുക. മറ്റേ രണ്ടാമത് നാം വായിച്ചത് ഉയരത്തുള്ളത് അന്വേഷിപ്പിൻ. എബ്രായലേഖനം 12-ാം അധ്യായത്തില് നമ്മൾ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 12:2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പൊ നമുക്ക് ചിന്തിക്കുവാനുള്ളത് ആരാ? യേശുവിനെ കുറിച്ചാണ്, ദൈവത്തെ കുറിച്ചാണ്, കർത്താവിനെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ആരാ? വിശ്വാസത്തിന്റെ, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ആ വ്യക്തിത്വത്തിന്റെ പരിപൂർണതയിലേക്ക്, ആ വ്യക്തിത്വത്തെ പൂർണ്ണമായ നിലയിൽ മനസ്സിലാക്കുവാനുള്ള ആകാംക്ഷ, അതിനുള്ള നമ്മുടെ ത്വര, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം, അത് നമ്മെ ഉയർന്നുള്ളത് ചിന്തിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ചിന്തിക്കുക, ചിന്ത എന്ന് പറയുന്നത് എന്താ? ഹൃദയത്തിന്റെ ഒരു അനന്തരഫലമാണ്. ഹൃദയം ആണ് ചിന്തയ്ക്ക് ഉള്ള ഘടകം. അപ്പൊ നമ്മുടെ ഹൃദയത്തില് എപ്പോഴും എന്തിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം? ഉയരത്തുള്ളതിനെ കുറിച്ചുള്ള ചിന്ത. നമ്മുടെ അന്വേഷണം ഉയരത്തുള്ളതാണ്. അതുപോലെ തന്നെ ആ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നാം 1-2 വാക്യങ്ങളിൽ ഇപ്പൊ 2 കാര്യം പറഞ്ഞു. ഒന്ന്, നമ്മൾ ഉയരത്തുള്ളത് അന്വേഷിക്കണം. രണ്ടാമത്, ഉയരത്തുള്ളത് ചിന്തിക്കണം. ആത്മീയ ജീവിതത്തില് നമുക്ക് താഴെയുള്ളതിന്, ഈ ഭൂമിയുള്ളതിന് വേണ്ടിയുള്ള നമ്മുടെ സമയം ചെലവഴിക്കുന്നതൊക്കെ വലിയ പരാജയമായി തീരും. ഉയരത്തിലുള്ളതിനു വേണ്ടി അന്വേഷിക്കുവാൻ, ഉയരത്തിലുള്ളതിനു വേണ്ടി ചിന്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആത്മീയമായ പരിജ്ഞാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, അനുദിന ജീവിതത്തിൽ ആത്മീയമായി വളരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ നിലയിലുള്ള അനുഭവങ്ങള് ഈ നിലയിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആയിരിക്കേണ്ടുന്നത് പോലെ ചിന്തിക്കുവാനോ ആയിരിക്കേണ്ടുന്നത് പോലെ നമുക്ക് അന്വേഷിക്കുവാനോ ഒന്നും നമുക്ക് സാധിച്ചിട്ടില്ല. ആ ആത്മീയ നിലവാരം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നാം എത്രമാത്രം ഉയരണം, എവിടെ വരെയാണ് നമ്മൾ ഉയരേണ്ടത്? ക്രിസ്തു തലയോളം വളരണം. ആ ആഗ്രഹത്തോടുകൂടെ വേണം നമുക്ക് ജീവിക്കാൻ. ഞാൻ ഇന്നലെ ഒരു സഹോദരനെ കണ്ടു. ആ സഹോദരനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ 23 വയസ്സായി.
ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കാലഘട്ടമൊക്കെ ഒരു പരാജയമായിരുന്നു എന്നാണ്. ഇതുവരെ പരാജയമാണ്. ഇനി പുതിയൊരു ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ പറഞ്ഞു, ശ്രമിക്കാമെന്ന്. അപ്പോൾ ഈ ജീവിതത്തിൽ നമുക്കൊക്കെ യഥാർത്ഥമായ നിലയിൽ നമ്മളെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ നമ്മുടെ ജീവിതമൊക്കെ വലിയ ആവറേജ് എന്ന് പോലും പറയാൻ നമുക്ക് കഴിയില്ല. എത്രമാത്രം നമ്മൾ ഉയരത്തിൽ നമ്മുടെ 24 മണിക്കൂറിൽ നമുക്ക് ഒരു ദിവസം എത്ര സമയം ഉയരത്തുള്ളതിനെ ചിന്തിക്കുവാൻ, ഉയരത്തുള്ളതിനെ അന്വേഷിക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ എത്ര നിമിഷം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാറുണ്ട്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇനി അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് വരാം. മൂന്നാമത് നാം ചിന്തിക്കേണ്ടത് അതിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തനം നിലയ്ക്കുക. നമ്മളറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മരിക്കും. അവര് ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സമാപിച്ചു. ഈ ലോകത്തിൽ അവർക്ക് ചെയ്യേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തു, അല്ലെങ്കിൽ ചെയ്യാവുന്നത് ആ വഴി വരെ, അത് നിമിഷം വരെ ചെയ്തു. ഇനി അവർക്ക് ചെയ്യാൻ യാതൊരു കഴിവുമില്ല. അപ്പൊ കഴിവ് നഷ്ടപ്പെട്ടു. ഇതുവരെ അധ്വാനിക്കാനുള്ള കഴിവുണ്ടായിരുന്നാൽ മരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ യാതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്തൊരനുഭവം. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചും ദൈവവചനം ഓർമ്മിക്കുന്നത്. നിങ്ങളുടെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ നമ്മളിപ്പോഴും ചിന്തിച്ചത്, മുമ്പേ പറഞ്ഞു ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഇപ്പം പറയുന്നു ഭൂമിയിലുള്ള താഴെയുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിക്കും. ഏതൊക്കെയാ അവയവങ്ങൾ? ഭൂമിയിലുള്ള അവയവങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് എത്ര അവയവങ്ങളുണ്ട്? ഇന്ദ്രിയങ്ങൾ 5 ഉണ്ട് അല്ലെ? അവയവങ്ങൾ ഒത്തിരിയുണ്ട്. നമ്മുടെ അവയവങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഒത്തിരി അവയവങ്ങളുണ്ട് അല്ലെ? എന്നാൽ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന മരിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? ഭൂമിയിലുള്ള അവയവങ്ങൾ മരിപ്പിക്കണമെന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ്? അറിയാമോ നമുക്കെങ്കിലും? ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലേ, 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. 5 അവയവങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയുന്നത്. ഭൂമിയുള്ള നിങ്ങളുടെ, ഞാനിങ്ങനെ പറയട്ടെ, 5 അവയവങ്ങളെ മരിപ്പിക്കണം, പ്രവർത്തനം ഇല്ലാതാക്കണം. ഇതുണ്ടോ? നമുക്ക് വല്ലതും ഉണ്ടോ? ഈ രീതിയിലുള്ള അവയവങ്ങൾ വല്ലതും ഉണ്ടോ? ഇപ്പൊ ഒരു ദൈവത്തിൽ നമ്മൾ ഉയർത്തുള്ളത് ചിന്തിക്കുന്നവരാണ്, ഉയർത്തുള്ളത് അന്വേഷിക്കുന്നവരാണ്. നമ്മുടെ ജീവന് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ സമയമില്ല. നമ്മൾ ഇപ്പൊ ക്രിസ്തുവിനോട് കൂടിയാണ് അല്ലെ? അതുകൊണ്ടാണ് ഉയർത്തുള്ളത് ചിന്തിക്കുന്നവർ, ഉയർത്തുള്ളത് അന്വേഷിക്കുന്നവർ ഇപ്പൊ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കും ജീവിതം. വിശ്വാസത്തിൽ നായകൻ പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ടാണ്, അവനാണ് നമ്മുടെ മാതൃക. ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. അങ്ങനെയുള്ള ദൈവമക്കളോട് പറയുന്നത് എന്താ പറയുന്നത്? ആരാണ് പറയുന്നത്? ഇത് ഒരു വിശ്വാസികളോടാണ് പറയുന്നത്. നമുക്കും ബാധകം അല്ലെ? ഇടയ്ക്കിടെയുള്ള വിശ്വാസികൾക്ക് ഇത് ബാധകം. അവിടെ എന്താ പറയുന്നത്? നിങ്ങള് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അത്യാഗ്രഹം എന്താ? അത്യാഗ്രഹത്തിന് വേറൊരു പേരൂടെ പറയുന്നുണ്ടത് വിഗ്രഹാരാധനയാണ്. അതായിരിക്കും നമ്മുടെ വിഗ്രഹം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നേരത്തെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? ദൈവത്തെക്കാൾ അധികമായിട്ട് എന്തിനെ സ്നേഹിച്ചാലും അത് ദൈവസേനയിൽ ഒരു വിഗ്രഹമാണ്. അപ്പൊ നമ്മളവിടെ ന്യായപ്രമാണ കാലം മുതലേ കൊടുത്തിട്ടുള്ള കൽപ്പന എന്താ? വിഗ്രഹത്തെ നമസ്കരിക്കുക, അതിനെ ഉണ്ടാക്കുക പോലും ചെയ്യരുതെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് പലപ്പോഴും ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ് അല്ലെ? വിഗ്രഹാരാധന എന്തിന്റെ പേരില്? അത്യാഗ്രഹം എന്തെങ്കിലും ഉണ്ടായി. ഇപ്പൊ നമുക്ക് സംതൃപ്തി ഇല്ലാത്ത ജീവിതമൊക്കെ എന്താ? അത്യാഗ്രഹം. കൂടുതൽ വേണം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ നിലവാരത്തിന് അപ്പുറത്തായിട്ട് എന്തെങ്കിലും വേണം എന്നുള്ളത്, ദൈവം തന്നിട്ടുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇനി കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ? അത്യാഗ്രഹം. ആഗ്രഹത്തിന്റെ അതിയായ നിലവാരം. അപ്പൊ അത്യാഗ്രഹമാണ്. അതൊരു വിഗ്രഹാരാധന. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് വളരെ വ്യക്തമായ രീതിയിൽ നമ്മെ ഓർപ്പിക്കുന്നു, അത് ദൈവത്തെക്കാൾ അധികമായിട്ട് അതിനെ സ്നേഹിക്കുക നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നത് എന്താ? ദൈവത്തെ ആഗ്രഹിക്കേണ്ടതിന് പകരം ലോകത്തുള്ള ഭൗമികമായ ചില നന്മകളെ ആശ്രയിക്കുക, ആഗ്രഹിക്കുക. അത് അത്യാഗ്രഹമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. നമുക്ക് സാധിക്കുമോ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, അത്യാഗ്രഹം. ദൈവം നമുക്ക് തന്നിട്ടുള്ളതിന് അപ്പുറത്ത് ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്ന അത്യാഗ്രഹം.
നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൊണ്ട് വായിക്കാം ഇതിനോട് ബന്ധപ്പെട്ട്. കെവിൻ വായിച്ചേ. റോമർ 6:19. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. നമ്മുടെ അവയവങ്ങളെ, ഏത് അവയവങ്ങൾ? നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ എന്ത് ചെയ്യണം? വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. നേരത്തെ എങ്ങനെയായിരുന്നു? അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചു. നേരത്തെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായിട്ട് സമർപ്പിച്ച അവയവങ്ങളായിരുന്നു. എന്നാൽ നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ചു. ചിലരൊക്കെ പറയും, ഞാനിപ്പം പകുതി ആത്മീയനും പകുതി ജഡീയനാന്നൊക്കെ ചിലർ പറയാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഇതുവരെ നീ നിന്റെ അവയവങ്ങളെ പലതും മരിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും മരിപ്പിക്കാതെ കൊണ്ടു നടക്കുക. കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഈ ജഡീയ അവയവങ്ങളെ മനുഷ്യനിൽ പറഞ്ഞാൽ ആ ജഡത്തിന്റെ ചിന്തകളോടുകൂടെ ജീവിക്കുന്ന അനുഭവം. ഇപ്പൊ ചിലപ്പോൾ പ്രവർത്തിക്കാനൊക്കെ തയ്യാറാകും ജഡത്തിന്റെ അടിസ്ഥാനത്തിൽ. അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇത് മരിപ്പിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മുൻപോട്ട് പോകാൻ നമുക്ക് നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായിട്ടല്ല, നീതിക്കും വിശുദ്ധിക്കുമായിട്ട് നമ്മൾ നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ, വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തില്, ക്രിസ്ത്യൻ ജീവിതത്തില് ആരംഭം മുതല് അവസാനം വരെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് വിശുദ്ധീകരണം. അല്ലേ? ആണോ? നീതീകരണം ലഭിച്ച് ദൈവമക്കളായിട്ട് തീർന്നാൽ ആരംഭിക്കുകയാണ്, അന്ന് മുതൽ ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ് വിശുദ്ധീകരണം. ജീവിതത്തെ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ സമർപ്പിച്ചുകൊണ്ട്, യാഗമായി സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന പ്രക്രിയയാണ് വിശുദ്ധീകരണം. ഇത് നമുക്ക് അനുസരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സാധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം നമ്മെ വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ഈ അവയവങ്ങളെ മരിപ്പിക്കുകയും. 4-ാമത് 9-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ നാം വായിക്കുന്നു, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞു കളയണം. ഉരിഞ്ഞു കളയെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം പോലും അവനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ആ നിലയിലുള്ള സമ്പൂർണ്ണ സമർപ്പണം എന്റെയും നിങ്ങളുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നു. എന്താ നമ്മൾ ഉരിഞ്ഞു കളയേണ്ടത്? വാക്യത്തിൽ എന്താ പറയുന്നത്? പ്രവർത്തികളോടുകൂടെ ആരെ ഉരിഞ്ഞു കളയണം? പഴയ മനുഷ്യനെ നിങ്ങള് ഉരിഞ്ഞു കളയണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്ന ആ നിമിഷത്തിൽ നമുക്കൊരു പ്രക്രിയ സംഭവിക്കുക, ഒരു മാറ്റം സംഭവിക്കുക. നമ്മള് എന്തായിട്ട് തീരുക? ഒരു പുതിയ മനുഷ്യനെ നമ്മള് ധരിക്കുക. താഴെ പറയുന്നുണ്ട്, നമ്മൾ താഴെ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. അവന് പഴയ മനുഷ്യന് ഒത്തിരി പ്രവർത്തികൾ ഉണ്ടായിരുന്നു, അല്ലേ? എന്താ അവന്റെ പ്രവർത്തികള്? പഴയ മനുഷ്യന്റെ പ്രവർത്തി എന്തൊക്കെയാ? എന്നെ ഒന്ന് നോക്കണ്ട, ബൈബിളിൽ തന്നെ നോക്കിയാൽ അതിന് തൊട്ട് മുകളിലോട്ട് നോക്കി. 8-ാം വാക്യത്തിൽ ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. ഇവിടെ അത്യാവശ്യമായിട്ട് പഴയ മനുഷ്യന്റെ സ്വഭാവം എന്തൊക്കെയായിരുന്നു? അവന്റെ പ്രവർത്തികൾക്ക് അടിസ്ഥാനമായ സ്വഭാവം കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. നമ്മളോ പറഞ്ഞു, നമ്മുടെ ചില അവയവങ്ങൾ ഇപ്പോഴും പ്രവർത്തനത്തിലാണോ? ചിന്തിക്കണം. ഇപ്പോഴും നമ്മൾ പഴയ മനുഷ്യന്റെ പഴയ അവയവങ്ങളുമായിട്ടാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? ഇത് എത്രയും പെട്ടെന്ന് മരിപ്പിക്കേണ്ടത് ആവശ്യമാണ്. 4-ാമത് നമ്മൾ പറയുന്നു, നമ്മൾ ഉരിഞ്ഞു കളയേണ്ട കാര്യം എന്താ? നമ്മുടെ പഴയ മനുഷ്യന്റെ സ്വഭാവം, അവന്റെ പ്രവർത്തികൾക്ക് കാരണമായി തീരുന്ന ചില സ്വഭാവ വിശേഷണങ്ങളെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നു. കോപം ഉണ്ടോ? നമുക്കുണ്ടോ കോപം? ക്രോധമുണ്ടോ? അതിനേക്കാൾ ഒന്നുകൂടെ കൂടിയതാ. അടുത്ത സ്റ്റെപ്പാണ് ക്രോധം. 3-ാമത് ഈർഷ്യ. അതെന്തുവാ? അസൂയ. ഉണ്ടോ? അസൂയ ഉണ്ടോ? അവന്റെ ഒരു വരവ്, അവനത്ര വലിയ ഗമയാ എന്നൊക്കെ നമ്മളിപ്പം തന്നെ ഇന്ന് ചിന്തിക്കില്ല നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്. അപ്പം ഈർഷ്യ, പിന്നെ ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന
ദൂഷണം. അതുണ്ടോ? വിശ്വാസികൾക്കുണ്ടോ ദൂഷണം? ഉണ്ടോ? മറ്റുള്ളവരെ കുറിച്ച് ചെറിയ ദൂഷണം പറയും, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാകുക. ഉള്ളത് പറയാല്ലേ, നമ്മൾ ഉള്ള കാര്യം പറയുന്നതിനല്ല ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൂഷണം പ്രചരിപ്പിക്കുക. പിന്നെ ദുർഭാഷണം. ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യങ്ങളല്ല ഇതൊന്നും. ഉണ്ടോ? ജീവിതത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദൈവവേദനും അനുദിന ജീവിതത്തിൽ ആത്മീയമായി വളർച്ച പ്രാപിക്കേണ്ട അനുഭവമാണ്. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങള് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയണം. ഇതാരുടെ സ്വഭാവമാണ്? പഴയ മനുഷ്യന്റെ പ്രവർത്തിക്ക് മുഖാന്തരമായി തീരുന്ന ദുർസ്വഭാവങ്ങളാണ്. ഇതൊക്കെ നമ്മള് തീർച്ചയായിട്ടും ഉരിഞ്ഞു കളയേണ്ട ഒരു വികൃതമായ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളയണം. ഈ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തില് അതിന്റെ 27, 28 വാക്യങ്ങൾ, ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഒരു പരാമർശമുണ്ട്, ഒരു കല്ലറയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ അവിടെ കല്ലറ എന്ന് പറയുന്നത്? കർത്താവിനെ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്നാ പറഞ്ഞത്? വെള്ള തേച്ച ശവക്കല്ലറ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? പുറമെയൊക്കെ നല്ല ബെസ്റ്റ്, കാഴ്ചക്കൊക്കെ വളരെ ഭംഗിയാണ്, അല്ല നല്ല ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് നമ്മളൊക്കെ ദൈവമക്കള് ഞായറാഴ്ചയും കടന്നു വരുന്നത്. എന്നാൽ അതിന്റെ ഉള്ളിൽ എന്താ? ഈ വെള്ളതേച്ച ശവക്കല്ലറ കാണാൻ ഭംഗിയാണ്, എന്നാൽ അതിന്റെ ഉള്ളിൽ എന്താ ഉണ്ട്? ശവങ്ങളുടെ അവശിഷ്ടം അല്ലേ? മനുഷ്യരെ കുഴിച്ചിട്ട ആ കല്ലറയുടെ ഉള്ളിൽ ശവത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇന്നലെ എപ്പോഴാ പറഞ്ഞത്? ഒരാളുടെ ശവക്കല്ലറ കണ്ടിട്ട് പേടിച്ചു പോയി, അല്ലെങ്കിൽ മാനസികമായി ക്ഷീണം ഉണ്ടായി. മറ്റുള്ളവരുടെ ശവക്കല്ലറാണ് നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയുള്ള? കർത്താവ് പറഞ്ഞു, യഹൂദന്മാരോട് പറയാണ്, ശാസ്ത്രജ്ഞരോട് പറയുക, പരീക്ഷന്മാരോട് പറയാണ്, നിങ്ങള് വെള്ളതേച്ച ശവക്കല്ലറാണ്. നിങ്ങൾ പുറമെയൊക്കെ കാര്യം കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ഉള്ളില് ഒന്നുമില്ല. വളരെ ദുഃഖകരമായ അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ നമ്മുടെ പഴയ മനുഷ്യനെ പൂർണ്ണമായ നിലയിൽ ഉപേക്ഷിച്ചാൽ ഞങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് നിറയുവാനായിട്ട് ഇടയായി തീർന്നു. ആത്മാവിന്റെ നിയന്ത്രണം നമുക്കുണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മറ്റൊന്ന് അവിടെ നാം വായിക്കുന്നു, അഞ്ചാമതായിട്ട് ഇതിന്റെ 10, 12 വാക്യങ്ങളൊക്കെ വായിച്ചാൽ അത് കാണുവാനായിട്ട് കഴിയും. അവിടെ നാം പറയുന്നത് എന്താ? നിങ്ങളെ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് വേണം. 10-ാം വാക്യത്തില്, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ധരിക്കണമെന്നല്ല പറഞ്ഞത്. എന്താ? പുരോഹിതരുടെ വിശ്വാസികൾ പറയാണ്, നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പഴയ മനുഷ്യനെ ഒഴിവാക്കി, പഴയ മനുഷ്യന്റെ പ്രവർത്തികളെ ഒഴിവാക്കി, അവന്റെ ആ ദുർസ്വഭാവങ്ങളൊക്കെ ഒഴിഞ്ഞു കളഞ്ഞിട്ട് നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് പറയുന്നത്. അതില് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ കാര്യങ്ങളാണത്. അതിലെ യവനന് യഹൂദനുമെന്നില്ല, പരിച്ഛേദന അഗ്രഹമൊന്നുമില്ല, ബർബരൻ, ശകൻ, ദാസൻ, സോദനൊന്നുമില്ല. ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകും. ഈ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആരാ ഉള്ളത്? ക്രിസ്തു അവന്റെ ജീവിതത്തിൽ വസിക്കുന്നു. ക്രിസ്തു അവന്റെ ഉള്ളിലുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവിന് എത്രമാത്രം സ്വാധീനതയുണ്ട്. പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞ്, അവന്റെ സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളില് ആരുണ്ട്? കർത്താവുണ്ട്, ക്രിസ്തുവുണ്ട്. അവന്റെ സ്വാധീനതയിലായിരിക്കണം ഓരോ ദൈവത്തിന്റെയും ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതിന്റെ പിന്നെയും പറയുന്നുണ്ട് 14-ാം വാക്യത്തിൽ, ഒന്നുകൂടെ അതിനെ ഘനപ്പെടുത്തി പറയുന്നുണ്ട്. 14-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? എല്ലാറ്റിനും അതിന് ഈ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ? 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമം. ഇവിടെ എല്ലാം 5 കാര്യങ്ങളാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഉരിഞ്ഞു കളയേണ്ടത്, ആ മനുഷ്യനോട് കളയേണ്ടത്, പുതിയ മനുഷ്യനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, ഇതൊക്കെ 5 കാര്യങ്ങൾ. അവയവങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ 5 അവയവങ്ങളെ മരിപ്പിക്കാനാണ്. ഇവിടെ നോക്കുക, ഈ 5 കാര്യങ്ങള് നമ്മുടെ പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനമായിരിക്കണം. എന്തൊക്കെയാ ഒരു ദൈവത്തിന്റെ പ്രവർത്തന മേഖലയിൽ അടിസ്ഥാനമായിരിക്കേണ്ടത്? ദയ വേണം, അല്ലേ? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമം. അയ്യോ, ദീർഘക്ഷമയൊക്കെ അല്പമൊക്കെ ക്ഷമിക്കാം കുറച്ചൊക്കെ. പക്ഷെ ഒരു പ്രാവശ്യം പറഞ്ഞ്, 2 പ്രാവശ്യം പറഞ്ഞ്, 3 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ ക്ഷമിക്കണം. നമ്മൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 വട്ടം ക്ഷമിക്കണമെന്നാണ് കർത്താവിന്റെ പറഞ്ഞല്ലേ. അവിടെ നിൽക്കുന്നില്ല, പോവാ. ദൈവമക്കളെ, നമുക്ക് ആ ദീർഘക്ഷമയുടെ ഉടമകളായിട്ട്
ആ പുതിയ മനുഷ്യന്റെ സ്വഭാവമായിരിക്കുന്ന ഈ ദീർഘക്ഷമയുടെ ഉടമകളായിട്ട് വരുന്ന ദിവസത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ആത്മീയമായി വളരുവാനായിട്ട് കഴിയും. നമ്മുടെ കൂട്ടു സഹോദരന്മാരുള്ള ബന്ധം വളരെ ശക്തമാകും. നമുക്ക് ഈ സ്വഭാവങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്തിറങ്ങിയാലുള്ള മനോഭാവം എന്താ? ഇപ്പൊ നമ്മളെല്ലാം ഒന്നാ, ക്രിസ്തുവില് ഒന്നാ അല്ലേ? നമ്മൾ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാണ്, ഒരേ അപ്പത്തിന്റെ അംശങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ഒന്നാ, യാതൊരു സംശയമില്ല. അല്ലെന്ന് പറഞ്ഞാലും സമ്മതിക്കാൻ പറ്റും. എന്നാൽ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രവർത്തന രീതികളൊക്കെ ഒരുപോലെ ആണോ? നമ്മുടെ മനോഭാവങ്ങൾ ഒരേ രീതിയിലാണോ? അത് നാം പരിശോധിക്കുക. ദൈവസേനയിൽ നമ്മെ തന്നെ താഴ്ത്തുക. മാത്രമല്ല, ഇവിടെ 15-ാം വാക്യത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം വാഴുന്ന, ക്രിസ്തുവിന്റെ സമാധാനം വാഴുന്ന ഹൃദയം. ഇങ്ങനെ നമ്മുടെ ഇത് ദൈവത്തിന്റെ മന്ദിരമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അവിടെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനതയിൽ മുൻപോട്ട് പോകണം. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. അത് സാധിക്കുന്നുണ്ടോ? നമ്മളിന്ന് പകല് ഓർക്കും, ദൈവത്തിന്റെ സമാധാനം നമ്മിലുണ്ട്. മുമ്പേ അതൊന്നും ഇല്ലായിരുന്നു. ആ സമാധാനത്തിന്റെ മാർഗം അറിയാത്തവരായിരുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആ സമാധാന മാർഗം അറിഞ്ഞവരും അംഗീകരിച്ചവരുമാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സമാധാനം നമ്മിൽ വസിക്കുവാനായിട്ട് ഇടയാക്കട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളായിരിക്കും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം വസിക്കട്ടെ. മാത്രമല്ല, ഒരു കാര്യം കൂടെ അതിന് പിന്നീട് നാം വായിക്കുന്നു, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അതിന് താഴത്തെ വാക്യങ്ങളുണ്ട്, 16-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ വചനം. എങ്ങനെയാ ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്? അനുദിനം നമ്മുടെ ക്രിസ്തു ജീവിതത്തിലെ ഈ വചനം വായിക്കണം, ചിന്തിക്കണം, ആഹരിക്കണം. ദൈവവചനത്തിന്റെ സ്വാധീനത നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ആ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ഇടയായിത്തരുന്നത്. ഈ ക്രിസ്തുവിന്റെ വചനം യഥാർത്ഥമായ നിലയിൽ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ക്രിസ്തുവിന്റെ വചനം അവന്റെ ഉള്ളിൽ വസിക്കുന്നത്. എത്ര പേർക്ക് നമ്മൾ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത്, വചനത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ ശ്രമിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ വസിക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടോ? നമ്മൾ എവിടെ പോയാലും ഈ ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിലോ, അത് നമ്മെ സ്വാധീനിക്കുന്ന ഘടകമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. 16-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു അത്യാവശ്യമായ കാര്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഇതെങ്ങനെയാണ് ഇതുണ്ടാകുന്നത്? ഈ സങ്കീർത്തനവും സ്തുതിയും ആത്മീയ ഗീതങ്ങളൊക്കെ എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വേറെ വാക്യമുണ്ട്, നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച അതെന്താ? സാറും പറഞ്ഞു, എഫേസ്യ ലേഖനം 5-ാം അധ്യായം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നമ്മൾ അന്യോന്യം പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ ജീവിക്കണം. അതിന് മുതൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്, ഇങ്ങനെ പോകുന്ന ഒരു ജീവിതത്തിന് നമ്മൾ എന്ത് വാക്ക് പറയാം? അതിനായിട്ട് ഞാനിങ്ങനെ പറയട്ടെ, ചുരുക്കി ഒറ്റ വാക്ക്, ദൈവത്തെ ആത്മാർത്ഥമായ നിലയിൽ, യഥാർത്ഥമായ നിലയിൽ ആരാധിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആരാധന എങ്ങനെയാണ്? ആരാധന സങ്കീർത്തനങ്ങളും സ്തുതികളുമുള്ള ആരാധന, ആത്മീയ ഗീതങ്ങളുള്ള ആരാധന, അന്യോന്യം കരുതുന്ന അനുഭവം, അതും ആരാധനയുടെ മറ്റൊരു ഭാഗം. ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി. ഈ നിലയിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ സുഗ്രാഹ്യമായ ഒരു ആരാധന ദൈവസേനയിൽ അർപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പരാജയത്തിന് കാരണമില്ല. ആത്മീയമായ ഒരു പരാജയത്തിനും കാരണം ദൈവങ്ങളിൽ അല്ലെങ്കിലോ പരാജയ ജീവിതമായിരിക്കും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു അല്ലേ? ഉയർത്തുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു, ഭൂമികളത് മരിപ്പിക്കുവാനായിട്ട് പറഞ്ഞു, ഉരിഞ്ഞു കളയേണ്ടത്, ഹരിക്കേണ്ടത്, മൂന്നാമത് വാഴേണ്ടുന്ന കാര്യം അത് നമ്മൾ ചിന്തിച്ചു. മാത്രമല്ല ദൈവസേനയിൽ ഒരു സമർപ്പണത്തോടുള്ള ഒരു ആരാധന. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഇതിന് ഒരു ശരിയായ ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ഉം 19-ഉം അധ്യായങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവിടെ 2 വ്യക്തികളെ കാണുവാനായിട്ട് കഴിയും. ആരൊക്കെയാണ്? 18-ാം അധ്യായത്തിൽ ആരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? അബ്രഹാമിനെ കാണാനായിട്ട് കഴിയും. 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോത്തിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. 18-ാം അധ്യായം നമ്മളൊന്ന് വായിക്കണം. അയ്യോ, ആ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന എത്ര പേരാ?
3 പേര്. ലോത്തിന്റെ വീട്ടിലേക്ക് കടന്നു പോയതോ 2 പേര്. അപ്പം 3, 2. ഈ ഒരാൾ എന്താ ഒഴിവായി പോയത്? അത് കർത്താവായിരുന്നു, യഹോവയായ ദൈവമായിരുന്നു. ആ ലോത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കർത്താവ് അവിടെ കണ്ടില്ല. ആ ജീവിതം, അവിടുത്തെ ലോത്തിന്റെ ജീവിതം അല്ലെങ്കിൽ ആ ഭവനത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു ലോത്തിന്റെ. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കായിരുന്നു. ഇവർ 3 പേര് വരുമ്പോൾ അവരെ സ്വീകരിച്ചു. എവിടെയാ കൊണ്ട് ഇരുത്തിയത്? ആ കൂടാരത്തിലേക്ക് ഇരുത്താൻ ഉള്ള സാധ്യതയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എവിടെ കൊണ്ടിരുത്തി? അതിനടുത്തുള്ള ഒരു വൃക്ഷത്തിന്റെ കീഴിൽ ഒരു തണലിൽ കൊണ്ടിരുന്നു. എന്നിട്ട് അവരെ നമസ്കരിച്ചു. നമുക്കറിയാം, അതിനെ വിശദീകരിക്കുന്നില്ല. അവരോട് പറഞ്ഞു, ഞാൻ ആഹാരം ഉണ്ടാക്കാൻ അതുണ്ടായി കഴിച്ചിട്ട് പോകാമെന്ന് നിർബന്ധിച്ചു. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ വന്നത് ഒരു പ്രത്യേക കാര്യം അറിയിക്കാൻ. എനിക്ക് തന്റെ തലമുറകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താ? പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങളെ അങ്ങോട്ട് പോവാ. എവിടാ? സൊദോമിലേക്ക് പോവാ. അതെന്താ? അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങള് സൊദോം ഗൊമോറ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അബ്രഹാം പറഞ്ഞു, എന്താ ദൈവമേ, നീ ദയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, ആ ദേശത്തോട് കരുണ തോന്നണം. അതുകൊണ്ട് ഒരു 50 നീതിമാന്മാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നീ നശിപ്പിക്കരുത്, ക്ഷമിക്കണം. എന്താ പറഞ്ഞു? ദൈവം എന്താ പറഞ്ഞു? യെസ്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കും. ദൈവത്തിന് അപ്പോഴെ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഏതായാലും അവിടെ 50 പേരില്ല. ഉടനെ ഒന്നുകൂടെ എന്താ 50 കഴിഞ്ഞിട്ട് എത്ര എത്തി അടുത്തത്? എത്ര പ്രാവശ്യം ചോദിച്ചെന്ന് പറയാം? 6 പ്രാവശ്യം ചോദിച്ചു. ഏതൊക്കെയാ? 1 50, 45, 40 കുറഞ്ഞു, പിന്നെ 40, 30, പിന്നെ 20, പിന്നെ 10. 10 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കലാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. ഉണ്ടായിരുന്നത് 10 ഇല്ല. ദൈവമക്കളെ, ഞാൻ അതിന്റെ അനന്തരമായ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഞാൻ അത് പറയാനല്ല വന്നത്. ദൈവം ഉള്ള ഒരു ഭവനത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ. ലോത്തിന്റെ വീട്ടിൽ വന്നു. ഇവർ ഇതുപോലെ വന്നു. അവിടെ 2 പേരെ വന്നുള്ളൂ. അവരോട് കാര്യങ്ങളൊക്കെ ലോകത്തിന് മനസ്സിലായി ഏതാണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ പോവാ. അല്ല, ഞങ്ങൾ ഇന്ന് രാത്രിയായി, അതുകൊണ്ട് ഇവിടെ വെളിയിൽ താമസിച്ചോളാതെ. ലോകത്തെന്താ പറഞ്ഞത്? വേണ്ട. എന്താ? എങ്ങോട്ട് കൊണ്ടുപോയി? വീട്ടിലേക്ക് കൊണ്ടുപോയി. നല്ല വീടൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി 2 പേരെ താമസിച്ചു. പിന്നീട് ഉണ്ടായ അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. ഏറ്റവും ദുഃഖകരമായ അനുഭവങ്ങളാണ് അന്നുണ്ടായത്. ദൈവമക്കളെ, ഒരു ദൈവത്തിന്റെ യഥാർത്ഥ ജീവിതം അല്ലാത്ത, ദൈവത്തോടു കൂടി അല്ലാത്ത മറ്റൊരു ഭവനം, ലോകത്തിന്റെ ഭവനം എന്ന് പറയുന്നതിന് വലിഞ്ഞുപോയ ലോകത്താണ് അല്ലെ? ദൈവമക്കളെ, നമുക്ക് ആ നിലയിൽ നമ്മളെ കുറിച്ച് പറയുവാൻ ഇടയാക്കിയിരേണ്ടത് ദൈവകൃപയിൽ ആശ്രയിക്കാം, ദൈവത്തിൽ പ്രസാദകരമായ ജീവിതം നയിക്കാം. നാം കേട്ടതുപോലെ ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായിട്ട് വരുന്ന ദിവസങ്ങളെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാം, മരിപ്പിക്കേണ്ടതിനെ മരിപ്പിക്കാം. ചിന്തിക്കേണ്ടത് എന്തൊക്കെയാ? ഉയരത്തുള്ളത് ചിന്തിക്കണം, ഉയരത്തുള്ളത് അന്വേഷിക്കണം. ആ നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ, വാഴേണ്ടതിനെ വാഴിക്കുവാൻ, ഉള്ളതിനെ ഉൾക്കൊള്ളുവാൻ. ആരാധനാ ജീവിതം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ജീവിതമായിട്ടോ. നമ്മുടെ കുടുംബത്തില്, കുഞ്ഞുങ്ങളോട് ബന്ധത്തില് ആരാധനയുള്ള അനുഭവം അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന, അത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന്റെ വിലയേറിയ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാണ്.